ഇന്ന് പത്രത്തിലൂടെയൊക്കെ ഒന്ന് കണ്ണോടിച്ചപ്പോൾ എൻ്റെ മനസ്സിലുടക്കിയൊരു സബ്ജക്റ്റാണ് കേട്ടോ പേരൻറ്റിങ്. അതിൽ തന്നെ ടോക്സിക് പേരൻറ്റിങ്. അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാമെന്നോർത്തു. പേരൻറ്റിങ്ങിന് ഒരു പ്രത്യേക ഗൈഡ് ലൈൻ ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരാളല്ല ഞാൻ. കാര്യം ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷേ വളരെ സിമ്പിളായ ഒരു കാര്യം നമ്മൾ ഓർക്കുക. നമ്മുടെ കുട്ടികളുടെ അടിസ്ഥാന സ്വഭാവം, കാഴ്ചപ്പാടുകൾ, കഴിവുകൾ എല്ലാം അച്ഛനമ്മമാരുടെ കയ്യിലാണ്. വി ആർ റെസ്പോൺസിബിൾ. ടോക്സിക് പേരൻറ്റിങ്ങിന് അത്രയും കുട്ടികളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ കഴിയുന്ന വേറൊന്നുമില്ല. അതിന് പല അർത്ഥങ്ങളുമുണ്ട്. ഫിസിക്കൽ അസോൾട്ടും മെൻ്റൽ അസോൾട്ടും ഇവയെല്ലാം കൊണ്ടൊരു കുഞ്ഞിൻ്റെ സൈക്കാട്രിക് വെൽനെസ്സും ഫിസിക്കൽ വെൽനെസ്സും നശിപ്പിച്ചിട്ട് പിന്നീട് ജീവിതകാലം മുഴുവൻ സ്വയം കോൺഫിഡൻസോടെ ജീവിക്കാൻ പറ്റാതെ കൗൺസിലിങ്ങും സൈക്കാട്രിക് മെഡിസിൻസുമായി ജീവിക്കേണ്ടി വരുന്ന ഒരു വലിയ വിഭാഗം കുട്ടികൾ ഇന്നത്തെ സമൂഹത്തിലുണ്ട് എന്നത് വളരെ വളരെ വേദനിപ്പിക്കുന്ന ഒരു റിയാലിറ്റിയാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ അവരെ ഉപദ്രവിച്ച് ജീവിതം നശിപ്പിച്ചിട്ട് അവർ ജീവിതത്തെ എങ്ങനെയെങ്കിലും കൈവിടാതെ പടുത്തുയർത്തുമ്പോൾ അതിനിടയിൽ തങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ മക്കൾ തങ്ങളെ നോക്കുന്നില്ല, തങ്ങളുടെ പ്രതീക്ഷകൾ അവർ നിറവേറ്റുന്നില്ല എന്ന് പരാതി പറയുന്ന നിലവാരമില്ലാത്ത മാതാപിതാക്കൾ ടോക്സിക് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും മോശമായ ഫേസ് റിഫ്ലക്റ്റ് ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ: ഒന്നും അറിയാതെ ഭൂമിയിൽ ജനിച്ചു വീണ ഒരു ജീവന് വേണ്ട സമയത്ത് താങ്ങും തണലും നൽകാതെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയാത്തതിൻ്റെ ദേഷ്യം അവരോട് തീർത്ത് അവരുടെ ജീവിതം തുലച്ചിട്ട് അവരുടെ ബാല്യത്തിൽ അവർക്ക് നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ ചേർത്ത് പിടിച്ച് അവരെ സ്നേഹിക്കാതെ അവരെ കരുതാതെ ഇരുന്ന നിങ്ങൾക്ക് വേണ്ട സമയത്ത് അവർ താങ്ങും തണലും ആകണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളതെന്ന് ആലോചിക്കേണ്ടതല്ലേ? ചെറുപ്പത്തിൽ അവർക്കിഷ്ടമുള്ളത് കണ്ടറിഞ്ഞ് ചെയ്യാതെ തമ്മിൽ വഴക്കിട്ടും അവരുടെ മനസ്സിനെയും ശരീരത്തെയും നോവിച്ച് നടന്ന നിങ്ങൾക്ക് വാർദ്ധക്യത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തെ സാധിച്ചു തരണമെന്ന് പറയാൻ എന്ത് യോഗ്യതയാണുള്ളതെന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ? തിരുത്താൻ എന്നും സമയമുണ്ട്. നിങ്ങൾ നശിപ്പിച്ച ജീവിതങ്ങൾ, നിങ്ങളുണ്ടാക്കിയ മുറിവുകൾ നിങ്ങളായിട്ട് ഉണക്കാൻ ശ്രമിക്കുക. ഒരിക്കലും അത് വൈകിട്ടില്ല. നാളെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നെ ഇന്നത്തെ തലമുറയിൽ മാതാപിതാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. 9 മാസം ചുമന്ന് ഞാൻ നിന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു, അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് പറയുന്ന തലമുറയിൽ നിന്നും മാറി ചിന്തിക്കുക. നമ്മളായി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ജീവന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം നമ്മളാവണം. താങ്ങും തണലും നൽകണം. ഇന്നത്തെ ഭൂമിയിൽ ഇന്നത്തെ സാഹചര്യത്തിലുള്ള ചതിക്കുഴികളിൽ നിന്നും അവരെ നേർവഴിക്ക് നയിക്കാൻ നമ്മൾ തന്നെ പരിശ്രമിക്കണം. നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ ഇന്നത്തെ മാതാപിതാക്കൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.